മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു സ്ഥലത്ത് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ അത് ഒരു ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലത്തെ പ്രഭാഷണമായിരുന്നു. ഇതിലെ പ്രസിഡന്റ് ഞങ്ങളുടെ ക്ലാസ് നടത്താനായിട്ട് ക്ഷണിച്ചു. അവിടെ ചെന്നു. ആ പ്രസിഡന്റ് ഇത് ശ്രീ KR നാരായണന്റെ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീ ഡോക്ടർ KR നാരായണൻ സാറിന്റെ ഉഴവൂരിനടുത്തൊരു സ്ഥലത്ത്. അവിടെ ചെന്നപ്പോൾ ഈ അമ്പലത്തിലെ പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത്, സാറേ ഇത് 13ാമത്തെ ഭാഗവത സത്രമാണ്. ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിൽ ചിലരത് കേട്ടിട്ടുണ്ടാവും. ഇത് 13ാമത്തെ ഭാഗവത സത്രമാണെന്ന് പറഞ്ഞു. ഞാൻ അതിന് ചെവി കൊടുത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നർത്ഥം. അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചു. 5-10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ചു. 10-15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ചു. കുറേ പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു. ഈ 13 പ്രാവശ്യം ഭാഗവത സപ്താഹം നടത്തിയിട്ട് എന്ത് മാറ്റം അവിടെ ഉണ്ടായത്? നമ്മൾ ഭാഗവത സപ്താഹം നടത്തുന്നു, അതിൽ മിക്കവാറും 12:30-ക്കും 1:30-ക്കും ഇടയ്ക്ക് ധാരാളം പേര് അന്നദാനം ഭക്ഷണം കഴിക്കാൻ വരും. വലിയ ക്യൂ ഉണ്ടാവും. ഭാഗവതം വായിക്കുന്നത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. വലുതായിട്ട് അറിയാവുന്നവരല്ല ഇത് പഠിപ്പിക്കുന്നത് എന്നെല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല സാറേ, ഭാഗവതം വായിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായി ഞാൻ സാറിനോട് പറഞ്ഞല്ലോ. ആ 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്പലത്തിലൊരു ശ്രീകോവിൽ ഉണ്ടായിരുന്നില്ല. ആ ആദ്യത്തെ ഭാഗവത സപ്താഹം കഴിഞ്ഞ് മിച്ചം വന്ന പൈസ കൊണ്ട് ശ്രീകോവിൽ ഉണ്ടാക്കി. അടുത്ത പ്രാവശ്യം ശ്രീകോവിലിന് ചുറ്റും ഇന്റർലോക്ക് ബ്രിക്ക് വിരിച്ച് ആ ലാഭം കൊണ്ട് നല്ലൊരു പ്രദക്ഷിണ വഴി ഉണ്ടാക്കി. പിന്നെ വലിയ അമ്പലം പണിതു, പിന്നെ ചുറ്റുമതിൽ പണിതു. പിന്നത്തെ വർഷം അമ്പലത്തിന്റെ പുറത്തൊക്കെ ക്ലീൻ ചെയ്തു. പിന്നത്തെ വർഷം ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. പിന്നത്തെ വർഷം റോട്ടിൽ നിന്ന് അമ്പലത്തിലേക്കുള്ള വഴി കുറച്ച് വീതി കൂട്ടാൻ പാകത്തിന് സ്ഥലം വാങ്ങിച്ചു. പിന്നത്തെ വർഷം അമ്പലത്തിന് ചുറ്റുമതിൽ പണിതു. പിന്നത്തെ വർഷം ഒരു കല്യാണ മണ്ഡപത്തിന്റെ തറക്കല്ലിട്ട് ഫൗണ്ടേഷനൊക്കെ തീർത്തു. പിന്നത്തെ വർഷം ആദ്യത്തെ ഫ്ലോർ തീർത്തു. പിന്നത്തെ വർഷം 2ാമത്തെ ഫ്ലോർ തീർത്തു. ഇനി ഈ ഇത് കൂടി കഴിഞ്ഞാൽ 13ാമത്തെ ഭാഗവത സപ്താഹം കൂടി കഴിഞ്ഞാൽ കല്യാണ മണ്ഡപം റെഡിയാവും. എല്ലാ മതക്കാർക്കും ഇവിടെ കല്യാണം നടത്താനുള്ള സൗകര്യവും അല്ലെങ്കിൽ അവരുടെ ബാക്കി ആഘോഷങ്ങൾ നടത്താനുള്ള സൗകര്യവും ഉണ്ടാവും. അങ്ങനെ ഈ ക്ഷേത്രം ഈ പ്രദേശം മുഴുവനും അറിയുന്നതായി തീരും. 13 വർഷങ്ങൾക്ക് മുമ്പ് 1, 2, 5 പേര് മാത്രം വന്ന സ്ഥലത്ത് ഇപ്പോൾ 500, 600, 1000 പേര് വരാറുണ്ട്. ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഇവിടെ ഭജനയും പ്രാർത്ഥനയും പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഭാഗവതം എന്ന ഗ്രന്ഥത്തെ, ഒരു ക്ഷേത്രത്തെ സമ്പൂർണമായിട്ട് വളർത്തിയെടുക്കാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് വരാം. വേറൊരു സ്ഥലത്ത് ഇതേപോലെ പ്രഭാഷണത്തിന് പോയി. അപ്പോൾ വിഷയം കൊടുത്തത് മുഴുവനും ഭാരതീയ ആചാരങ്ങളെ കുറിച്ചുള്ളതായിരുന്നു. ശ്രദ്ധയോടുകൂടി ആയിരക്കണക്കിന് ആൾക്കാരത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ആചാര്യൻ എന്നോട് പറഞ്ഞു, സാറേ ഭാഗവതത്തെ കുറിച്ചായിരുന്നു പറയാൻ ഞങ്ങൾ സാറിനെ ക്ഷണിച്ചത്. അത് സാരമില്ല, എന്നാലും ആചാരങ്ങൾ പറഞ്ഞപ്പോൾ സാറ് പുരാണങ്ങളെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും വാൽമീകി രാമായണത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അത് മതി. പക്ഷെ അടുത്ത പ്രാവശ്യം ഭാഗവതത്തെക്കുറിച്ച് തന്നെ പറയണം. ഞാൻ പറഞ്ഞു, ശരി, അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ കുറെ ചോദ്യം ചോദിച്ചു. അതിനുത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആചാര്യൻ വീണ്ടും പറഞ്ഞു, സാർ ഈ ഭാഗവതത്തിലെ ശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. പിന്നീടും ബാക്കിയുള്ളവരെ 1, 2, 3 സംശയങ്ങൾ ചോദിച്ച് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഈ ആചാര്യൻ പിന്നെയും ഭാഗവതത്തെക്കുറിച്ച് തന്നെ അങ്ങനെ ഒരു 17 പ്രാവശ്യം ആര് എന്ത് സംസാരിച്ച് കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രഭാഷണം കഴിഞ്ഞൊരു 15-20 മിനിറ്റ് കൂടി അവിടെ നിൽക്കാറുണ്ട്. ആ 15-20 മിനിറ്റ് പലരുമായിട്ടും അവരുടെ വീക്ഷണത്തെക്കുറിച്ചും അവരുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വേളയിൽ ഈ ആചാര്യൻ വീണ്ടും 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 ഭാഗവതം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭാഗവതം മാത്രമൊന്നുമല്ലല്ലോ ലോകത്തിലുള്ളത്,
ഭാഗവതം മാത്രം കേട്ടിട്ട് എന്ത് മാറ്റം വരുന്ന ഉദ്ദേശിച്ചിരിക്കുന്നത്? ഭാഗവതത്തിനകത്ത് ധാരാളം നല്ല കാര്യങ്ങളുണ്ട്. അതിനകത്ത് പോയിട്ട് നമ്മൾ ശാസ്ത്രം അന്വേഷിച്ചു പോകേണ്ട കാര്യമുണ്ടോ? ശാസ്ത്രഗ്രന്ഥങ്ങൾ വേറെ ഉണ്ടല്ലോ. ആര്യഭട്ടീയമുണ്ട്, വടേശ്വര സിദ്ധാന്തമുണ്ട്, ലല്ലാചാര്യന്റെ ശിഷ്യതീവൃത്തി തന്ത്രമുണ്ട്, പിന്നെ ആര്യ സിദ്ധാന്തമുണ്ട്, ലീലാവതിയുണ്ട്, എത്രയാ ചരക സംഹിത, സുശ്രുത സംഹിത, ആയിരക്കണക്കിന് സയന്റിഫിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലും അതിന്റെ ട്രാൻസ്ലേഷനും ഉള്ള സ്ഥിതിക്ക് ഈ ഭാഗവതം ഭാഗവതം എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് എന്തിനാ സ്വാമി? ആചാര്യനോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം അതിൽ മാത്രം കയറി പിടിച്ചിരിക്കാൻ. ഞാൻ ഈ രണ്ട് അനുഭവങ്ങൾ താരതമ്യം ചെയ്യാൻ പറ്റുന്നതോ പറ്റാത്തതോ ആയിക്കൊള്ളട്ടെ, ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ്. നമ്മളുടെ മുമ്പിൽ വരുന്നവർക്ക് അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ സിമ്പിൾ കാര്യങ്ങളാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിഗഹനമായിട്ടുള്ള കാര്യങ്ങളല്ല കൊടുക്കേണ്ടത്. ഞാൻ ഇന്നലെ അവിടെ പറയുകയും ചെയ്തു. ഒരാൾ എന്നോട് പറഞ്ഞു, സാറ് 2 മണിക്കൂർ ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തിയപ്പോൾ അതിങ്ങനെ ഡ്രാഗ് ചെയ്താ പോയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളുടെ പൈതൃകത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത വ്യക്തികളാണ് മുമ്പിൽ ഫോറിനേഴ്സ് ഇരിക്കുന്നത്. അപ്പൊ അവർക്കിത് മനസ്സിലാവണമെങ്കിൽ ഒന്ന് യൂറോപ്യൻസിന്റെയും അമേരിക്കക്കാരുടെയും ഇംഗ്ലണ്ടുകാരുടെയും ഇംഗ്ലീഷ് ആക്സെന്റ് അല്ല നമ്മുടെ ഇംഗ്ലീഷ് ആക്സെന്റ്. ഇതൊരു മലയാളീകരിച്ച ഇംഗ്ലീഷ് ആക്സെന്റാണ്. അത് വളരെ സ്പീഡിലും കൂടി പറഞ്ഞാല് അവർക്ക് ഒന്നും മനസ്സിലാവില്ല. മാത്രമല്ല കുറെ കാലം ബൈബിളും അതുമാതിരിയുള്ള കാര്യങ്ങളും ഫോളോ ചെയ്തവർക്ക് ഒരു മതത്തിന്റെ വീക്ഷണത്തിലൂടെ അല്ലാതെ ഹിന്ദു ധർമ്മം വിവരിച്ചു കൊടുത്താൽ ഉൾക്കൊള്ളാൻ കുറേ കാലമെടുക്കും. അങ്ങനെ തികച്ചും പുതിയ വേവ് ലെങ്ത് ഉള്ള വ്യക്തികളുടെ മുമ്പിൽ ഞാൻ ഇംഗ്ലീഷിൽ സ്പീഡിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതേപോലെ ഭാഗവതം കേട്ടതോ അല്ലെങ്കിൽ ഭാഗവതത്തിലെ കാര്യങ്ങൾ അറിയാവുന്നതോ ആയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അതിന് കാരണം എല്ലാ അമ്പലങ്ങളിലും ഭാഗവതം ഉണ്ട്. അപ്പൊ അതിൽ കുറേയെങ്കിലും അറിയാവുന്നവരുണ്ട്. അവരെയും അതിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരണ്ടേ? ഭാഗവതത്തിൽ തന്നെ പിടിച്ചിരുത്തിയാൽ എങ്ങനെയാ? അതിനേക്കാളും മുകളിലേക്ക് മഹാഭാരതത്തിലേക്ക് പോകണം, വാൽമീകി രാമായണത്തിലേക്ക് പോകണം, വേദത്തിലേക്ക് പോകണം, ഉപനിഷത്തിലേക്ക് പോകണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ളതിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്നെങ്കിൽ അറിയിക്കണ്ടേ നമുക്ക്? അപ്പോ ചിലര് ഭാഗവതം എന്ന് പറഞ്ഞാല് അത് മാത്രമാണെന്ന് പറഞ്ഞിരിക്കാം. വേറെ ചിലര് നാരായണീയം മാത്രമാണെന്ന് പറഞ്ഞിരിക്കാം. വേറെ ചിലർക്ക് വേറെ ചില യോഗ അത് മാത്രമേ ഉള്ളൂ, വേറെ അവർക്ക് വേറൊന്നുമില്ല. അങ്ങനെയല്ല. നമുക്ക് താല്പര്യമുള്ള വിഷയം കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് താല്പര്യമുള്ള വിഷയം. അപ്പോൾ താല്പര്യമുള്ള വിഷയം പൈതൃകത്തിൽ നിന്നെടുത്ത് നമുക്ക് താല്പര്യമുള്ള വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് കൈമാറുക. പക്ഷെ പൊതുവെ വരുന്ന സദസ്സില് നമുക്ക് താല്പര്യമുള്ള വിഷയം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതില് ജനറലായിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രിന്റഡ് നോട്ട് കൊടുത്ത് നമ്മൾ പറയുമ്പോൾ എത്ര ഗംഭീരമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോൾ ഒരു വിവാഹ സദ്യ ആണെങ്കിൽ പോലും ചോറ് എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ജനറലി സാമ്പാറും രസവും ഇഷ്ടപ്പെടുന്നതാണ്. ബാക്കി കറികൾ സ്പെഷ്യലൈസ്ഡ് കറികളാണ്. അത് വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. അപ്പോ കോമൺ ആയിട്ടുള്ളത് പഠിപ്പിക്കുക. ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും അമ്പലങ്ങളിലും വീടുകളിലുമെല്ലാം എന്ത് പഠിപ്പിക്കുന്നുവോ അതിൽ നിന്ന് വൈവിധ്യമാർന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി വൈവിധ്യമാർന്ന വളർച്ചയ്ക്ക് അത് ഉപയോഗിക്കാം. സൈക്കോളജിക്കൽ ബെനിഫിറ്റിന്, സ്പിരിച്വൽ ബെനിഫിറ്റിന്, സോഷ്യൽ ബെനിഫിറ്റിന്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ബെനിഫിറ്റിന്, അതുപോലെ തന്നെ നമ്മളുടെ സ്പിരിച്വൽ ആന്ത്രപ്പോളജിക്കൽ ബെനിഫിറ്റ്, മാനേജ്മെന്റ് ബെനിഫിറ്റ്. രാമായണത്തിലെ മാനേജ്മെന്റ് എഴുതുകയാണെങ്കിൽ രാമായണത്തിലെ 24,000 ശ്ലോകത്തെക്കാളും കൂടുതലുണ്ടാവും. ഞാൻ ഇന്നലെ അത് പറയുകയും ചെയ്തിരുന്നു. രാമായണം 24,000 ശ്ലോകമാണ്. അതിനേക്കാൾ എത്രയോ കൂടുതലുണ്ടാവും രാമായണത്തിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എഴുതുകയാണെങ്കിൽ. മഹാഭാരതം 1,25,000 ശ്ലോകമാണ്. അതിനകത്തുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എഴുതുകയാണെങ്കിൽ ഒരു 10 ലക്ഷം വരികളിലൂടെ എഴുതാനുള്ളത് ഉണ്ട്. അപ്പോ ഒരു പുസ്തകത്തിലോ ഒരു വീക്ഷണത്തിലോ ഒരു സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ എല്ലാ കാര്യത്തിലും
എല്ലാ കാര്യങ്ങളും അറിയാൻ താല്പര്യമുള്ളവർ മുമ്പിലുണ്ട് എന്ന് വിചാരിച്ച് വൈവിധ്യമാർന്ന രീതിയിൽ ആദ്യം പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് സ്പെഷ്യലൈസേഷൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന വിധത്തിൽ ജനറലി ഒരു വീക്ഷണവും കൂടി കൊടുക്കാൻ സാധിച്ചാൽ ധന്യമായിട്ട് ഓരോ സ്ഥാപനവും സ്ഥലവും ക്ഷേത്രവും ആശ്രമങ്ങളും വ്യക്തികളും വളരുമെന്ന് എനിക്ക് ഇന്നലെ തോന്നി. അപ്പോ ആദ്യം ഉഴവൂരുള്ള ആ വ്യക്തി 13 ഭാഗവത സപ്താഹ സത്രം നടത്തിയപ്പോ ഒന്നുമില്ലാത്ത അമ്പലത്തെ എല്ലാമാക്കി മാറ്റാൻ സാധിച്ചു. അതേപോലെ തന്നെ ഈ ഭാഗവതം മാത്രം വായിച്ച് ജീവിക്കുന്നവർക്ക് ഒരു മാറ്റവും വരുത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവരുത്. എല്ലാവിധത്തിലും പല പല വൈവിധ്യമാർന്ന ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ ആ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അത് പ്രയോജനപ്പെടണം. പണ്ട് ഡോക്ടർ CNR റാവു, ഭാരതരത്ന CNR റാവു, സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വന്നൊരു ശാസ്ത്രജ്ഞൻ എയർപോർട്ടിൽ സ്വീകരിച്ചപ്പോൾ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയെ കുറിച്ച് ചോദിച്ചു. കാറിൽ ഇരുന്നപ്പോൾ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയെ കുറിച്ച് ചോദിച്ചു CNR റാവുവിനോട്. ഇറങ്ങി ഗസ്റ്റ് ഹൗസിൽ പോയപ്പോഴും സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയെ കുറിച്ച് ചോദിച്ചു. ഗസ്റ്റ് ഹൗസിൽ ഇദ്ദേഹത്തിന് ചായ കൊണ്ടുപോയി കൊടുത്തപ്പോഴും സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയെ കുറിച്ച് ചോദിച്ചു. കുറെ കഴിഞ്ഞ് ചായ കുടിച്ച് അദ്ദേഹത്തിനെ ലെക്ചർ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചപ്പോൾ ഡോക്ടർ CNR റാവു പറഞ്ഞു അത്രേ, നിങ്ങൾ ഈ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ഒന്ന് നിർത്താമോ? ഈ ലോകത്തിൽ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി മാത്രമൊന്നും അല്ല ഉള്ളത്, ബാക്കി പലതുമുണ്ട്. ഒരു തരത്തിൽ എനിക്ക് ദേഷ്യം വരുന്ന വിധത്തിൽ നിങ്ങൾ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. അപ്പൊ ശരിക്ക് ഞാനിത് പറയാൻ കാരണം, ഒരു വിഷയം മാത്രം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും പറ്റുന്നത് എന്താ അറിയാമോ? നമുക്കൊരു പക്ഷേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരിക്കാം, ഒരു വൈവിധ്യമാർന്ന വിപുലമായ ഒരു സദസ്സിന് അത് യോജിച്ചു എന്ന് വരില്ലെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.